2022 മോഡൽ ഇഗ്നിസ് സിംഗിൾ ഓണർ വണ്ടി 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8000 കിലോമീറ്റർ. 2019 മോഡൽ LXA ആണ്, ബേസ് മോഡലാണ്. 50,000 കിലോമീറ്റർ ഓടി സിംഗിൾ RC ഉള്ള വണ്ടി. വണ്ടി പക്ക നീറ്റ് വണ്ടിയാണ്. 2016 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് ആണ്. സ്പോർട്ടിൻ്റെ സ്റ്റിയറിങ്ങും സ്റ്റീരിയോ ഒക്കെ വരുന്ന ടൈപ്പാണ്. 70,000 കിലോമീറ്റർ ഓടി സിംഗിൾ RC ഉള്ള വണ്ടിയാണ്. 2017 VDI ബ്രസ കിലോമീറ്റർ 75 ഓടി സിംഗിൾ RC ഉള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് ഹുണ്ടായ് i10 2010 മോഡൽ വണ്ടി, 85 ഓടി, സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്കാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആറ്റിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. അതായത് കടുവാപ്പള്ളിക്ക് സമീപം തോട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. TVM കാസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി കാറുകളും കുറഞ്ഞ കാറുകളുമായിട്ടുള്ള എല്ലാത്തരം വണ്ടികളും കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതേപോലെ ഒരുപാട് വണ്ടി കിടക്കുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. സാൻഡ്രോ 2008 മോഡൽ വണ്ടി, 1 lakh ഓടി, 4th ഓണർ. പുതിയ പേപ്പറും കാര്യങ്ങളും നമ്മൾ എടുത്തു തരും. എത്ര ചോദിക്കുന്നത്? ഇത് ടെസ്റ്റ് ചെയ്ത് 90 തരും. ടെസ്റ്റ് കഴിഞ്ഞിടക്കാണോ? അല്ലല്ല, ചെയ്യണം. അതെ, ടെസ്റ്റ് കഴിഞ്ഞിടക്കല്ലേ? അപ്പം എടുത്തു കൊടുക്കും അല്ലേ? ടെസ്റ്റ് ചെയ്ത്. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? ഒരു 50% 50% ഉണ്ട്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ? ഇല്ല. 2012 വണ്ടിക്ക് ശേഷമുള്ളതാ ലോൺ ഒക്കെ കിട്ടും. വേറെ ED ചതവോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഡയറക്റ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ. പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടേക്കുക. ഇത് ഹുണ്ടായ് i10 2010 മോഡൽ വണ്ടി, 85 ഓടി, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് പെട്രോളാണ്. എന്തെങ്കിലും അപാകതകൾ വല്ലതും ഉണ്ടോ? അപാകതകളൊന്നുമില്ല. സെക്കൻഡ് ഓണറാണ്. ഈ സീറ്റ് കവറൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും? സീറ്റ് കവറൊക്കെ ക്ലിയർ ചെയ്തു. ഡ്രൈവർ സീറ്റ് മോശമാണ്, അതാണ് ചോദിച്ചത്. സീറ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു. ടയർ കണ്ടീഷനൊക്കെയോ? ഒരു 50 ഉണ്ട്. അതും 50 ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 185. ഇതിന് ലോൺ സൗകര്യം കാണുമോ? 12 മണിക്ക് താഴെയുള്ള ലോണൊക്കെ. ലോൺ ഇല്ല. അപ്പോൾ എത്ര ഇത് വർഷം? ഇത് 2010 വണ്ടി. 10 വണ്ടി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളിവിടെ ഉണ്ട്? അടുത്ത വർഷം ടെസ്റ്റാണ്. അടുത്ത വർഷം ടെസ്റ്റാണ്. ഏത് മാസം? ഒരു 7-ാം മാസം. 7-ാം മാസം. 2018 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, 45,000 കിലോമീറ്റർ ഓടി. എന്തെങ്കിലും അപാകതകളുണ്ടോ? സിംഗിൾ ഓണർ വണ്ടി, നല്ല നീറ്റിൽ ഓടിയ വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 250. ഇത് ലോൺ സൗകര്യം ഉണ്ടോ? ലോൺ സൗകര്യമുണ്ട്. എത്ര? 220 വരെയൊക്കെ ലോൺ കിട്ടും. അപ്പം നമുക്ക് എത്ര രൂപ ഇറക്കാം? ഒരു 30 രൂപ നമുക്ക് ഇറക്കാം. 30 രൂപ ഇറക്കാം. എത്ര വർഷം വരെയൊക്കെ ലോൺ സൗകര്യം കാണും? 5 വർഷം കിട്ടും. 5 വർഷം കിട്ടും. ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ആണ്. കുഴപ്പമില്ല. വേറെ അപാകതകളൊന്നും ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ വണ്ടി. നീറ്റ് ആൻഡ് ക്ലീനിൽ കിടക്കുക. ഒന്നുമില്ല. വണ്ടി എടുക്കുക, ഓടുക. 2013 മോഡൽ ഡസ്റ്റർ, 1 lakh ഓടി, സെക്കൻഡ് ഓണർ. 1 ലക്ഷം കഴിഞ്ഞല്ലേ? 1 ലക്ഷം കഴിഞ്ഞ്. 110 ആണ് വണ്ടി. ഇത് ഡീസലാണോ? ഡീസൽ 110 HP വണ്ടിയാണ്. അപ്പോൾ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇട്ടിരിക്കുകയാണ്. ടയറും കാര്യങ്ങളും 50% ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? മൈലേജ് ഒരു 15 പ്രതീക്ഷ. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 430. 430. 110 ആണ്. പവർ കൂടുതല. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര മണി നമുക്ക് ഇറക്കാം? ഒരു 4:15 ഉണ്ട് ഇറക്കാം. 4:15 തരാം. 4:15. അതല്ല, ആദ്യം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഡൗൺ പേയ്മെന്റ് 1 രൂപ കാരണം 13 വണ്ടിയാണ്. 2015 വണ്ടി, സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെട്രോൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. പെട്രോൾ VXI. ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ്, അത്യാവശ്യം ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 455. 455. ഏത് വർഷമായിരുന്നു? ഇത് 2015 വണ്ടി. 2015. 455. സിംഗിൾ ഓണർ, നീറ്റായിട്ട് ഓടി, 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ തന്നെയല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറയുമോ ഈ വില?
അന്ന് നെഗോഷ്യബിൾ ആണോ അന്ന് സംസാരിച്ചാൽ മാത്രം മതി. 2012 മോഡൽ സ്വിഫ്റ്റ് VDI 1 lakh ഓടി, സെക്കൻഡ് ഓണർ. ഡീസലാണല്ലേ? ആ, ഡീസൽ വണ്ടിയാണ്. ടൈമിംഗ് ചെയ്യുന്ന സർവീസ് ഹിസ്റ്ററി ഉണ്ട്, പക്കയാണ് വണ്ടി. വിശ്വസിച്ച് വണ്ടി എടുക്കാം. ആ, വിശ്വസിച്ച് വണ്ടി എടുക്കാം. ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറാണ്. കിലോമീറ്റർ 1,00,000 1 കറക്റ്റ് 1 ഓടി നിൽക്കുന്നു വണ്ടി. 1 ഓടി നിൽക്കുന്നു. ടയറും കാര്യങ്ങളൊക്കെ 90 എബോ ഉണ്ട്. 4 ടയറും പുതിയ. ആ, അപ് സൈസ് ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് 320. 320. ഏത് വർഷമായിരുന്നു? 2012. എന്തെങ്കിലും കുറയോ? ലോൺ കിട്ടും. കുറയോ എന്തെങ്കിലും? ആ, ചെറുതായിട്ട്. 320 എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ആദ്യം ഇടേണ്ടി വരും? ഫസ്റ്റ് കാരണം 12 വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു 2 രൂപയൊക്കെ ലോൺ കിട്ടും. 2.5-2 രൂപയൊക്കെ ലോൺ കിട്ടും. ഇത് 2018 മോഡൽ ഈക്കോ AC ഉള്ള ടൈപ്പാണ്. 5 സീറ്ററാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്രാമത്തെ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. സിംഗിൾ. നീറ്റ് ആൻഡ് കണ്ടീഷനിൽ കിടക്കുക. എത്ര ചോദിക്കുന്നത്? 3.5. സർവീസ് ചെയ്തിട്ടേക്കാണോ? സർവീസ് ചെയ്തിട്ടേക്കാണോ? ആ, സർവീസ് ചെയ്തിട്ടിരിക്കുക. ഫുൾ നീറ്റ് എല്ലാം അപ്പോൾസറി ഒക്കെ ചെയ്തിട്ടിരിക്കും. വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ, ടയർ കണ്ടീഷനൊക്കെയോ? ടയർ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. ഒരു 50% ഇതിലുണ്ട്. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റും? ഇതൊരു 50 രൂപ അടച്ചാൽ ഇറക്കാൻ പറ്റും. 50 രൂപ. 2018 അൾട്ടോ LXI ആണ്. ഫ്രണ്ട് 2 പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, AC ഉണ്ട്. എത്രാമത്തെ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1 ഓടി. ഒന്ന് തികച്ച്. ആ, 1 തികച്ചിരിക്കുകയാണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഇച്ചിരി ടയർ മോശമാണ്. വേറെ അപാകതകളായിട്ടൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2.40. 1,00,000 കഴിഞ്ഞില്ലേടേ? 1,00,000 കഴിഞ്ഞ് 2.40. വണ്ടി ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി എന്നാലും 1,00,000 കഴിഞ്ഞെന്ന് പറയുമ്പോൾ പിന്നെ വണ്ടി കുറേ അലന്ന് നല്ല അർത്ഥം ഇല്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സിംഗിൾ യൂസാണ്. സിംഗിൾ അല്ല, സെക്കൻഡ് യൂസ്. സെക്കൻഡ് ഓണർ. സെക്കൻഡാണ്. 2017 VDI ബ്രസ. കിലോമീറ്റർ 75 ഓടി, സിംഗിൾ RC ഉള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. മാനുവൽ അല്ലേ? ആ, മാനുവലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 6.5. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസാണ്. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് ഒരു 80 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 80. 5 വർഷം വരെ ലോൺ സൗകര്യം? 5 വർഷം വരെ ലോൺ കിട്ടും. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? ടയർ കണ്ടീഷനൊക്കെ 50% ഉണ്ട്. 4 ടയർ ഒരേ കണ്ടീഷനാണ്. ആ. എത്ര ചോദിച്ചേ? അത് 6.5. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? 2015 ഡിസൈർ VXI 60 ഓടി, സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുക. നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് യൂസ് ചെയ്ത ഒരു ടീമുമാണ്. 4.50 കൊടുക്കാം. 4.5. ലോൺ ഒരു 4 രൂപ വരെ നമുക്ക് ലോൺ പ്രതീക്ഷിക്കും. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 4 രൂപ ലോൺ കിട്ടും. ആവറേജ് ടയർ ഉണ്ടല്ലേ? വേറെ അപാകതകൾ പറയാൻ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ഹിസ്റ്ററി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഉള്ള വണ്ടിയാ. എത്ര ചോദിക്കുന്നത്? നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. 4.5 അല്ലേ? ആ, 4.5. ബോഡി ക്വാളിറ്റി ആയാലും പെയിന്റിങ് ആയാലും ഒക്കെ പക്ക. ന്യൂ ഷേപ്പ് ഡിസൈർ VDI ആണ്. 2017 വണ്ടി. 60 ഓടി. ആ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ആംറസ്റ്റ് ഒക്കെ പ്രത്യേകം വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 6.5. ഓട്ടോമാറ്റിക്കാണ്. ആ, ഓട്ടോമാറ്റിക്കാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപാകതകളൊന്നുമില്ല. 2021 മോഡൽ വെന്യൂ മാഗ്ന പ്ലസ് ആണ്. 40,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർ വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ പെട്രോളാണ്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എത്ര കിട്ടും? മൈലേജ് ഒരു 14-15 കിട്ടും. അത്ര കിട്ടത്തുള്ളൂ അല്ലേ? ആ, അത്ര. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് അല്ല, മിഡിൽ ഓപ്ഷനാണ്. മാഗ്ന. എത്ര ഉണ്ടായി ഇറക്കാം? എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 7.5 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് പ്രൈസ് നെഗോഷിയേഷൻ ഉണ്ട്. ടയർ ഒരു ആവറേജ് ഉണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 6.5 ലോൺ കയറും. നല്ല കസ്റ്റമറാണ്. നിങ്ങൾ 7.5 ചോദിക്കുന്നത്? 7.5 ചോദിക്കുന്നത്.
2019 എക്സ്പ്രസോ ഓട്ടോമാറ്റിക് VXI ആണ്. ഓട്ടോമാറ്റിക് ആണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? ഇല്ലല്ല, ചെറുതായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ തട്ടും ഇതിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്ക്രാച്ച് കാരണം പെയിന്റ് ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ നല്ല ഒരു 90% കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ടയറാണ്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. ചെറിയ ചെറിയ ടച്ചപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ചെറിയ സ്ക്രാച്ച്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4.5 ഉണ്ടെങ്കിൽ ഇറക്കാം. 4.5? ആ, കാരണം വണ്ടി ഓടിയിട്ടില്ല, ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും വില ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. 2022 മോഡല് ഇഗ്നിസ്, സിംഗിൾ ഓണർ വണ്ടി. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000 കിലോമീറ്റർ. എങ്ങനെ ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ് അല്ല, സെക്കൻഡ് വേരിയൻ്റ് ആണ്. സെക്കൻഡ് വേരിയൻ്റ്. ടോപ്പിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ്. ഓക്കെ. അലോയ് വീല്, പുഷ് സ്റ്റാർട്ട് ബട്ടനൊക്കെ വരുന്ന. കിലോമീറ്റർ എങ്ങനെ? 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇറക്കപ്പം നല്ല ടയറാണ്. ആ, പക്ക എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി തപ്പം ഹിസ്റ്ററി ഉള്ളതാണ്. അല്ല, 8,000 കിലോമീറ്ററിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാ. ആ, ഹിസ്റ്ററി ഉള്ളതുണ്ട്. കാരണം പുള്ളിക്ക് വേറൊരു വണ്ടി ഉണ്ടായതുകൊണ്ട് യൂസ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുക. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 670 ചോദിക്കുന്നത്. 6 രൂപ വരെ ലോൺ പോകും. അതിൽ 670 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് എന്തായിരിക്കും വില? 8.5 രൂപ ഉണ്ടായിരുന്നു. 8.5. ഫുൾ ഓപ്ഷന് 10 രൂപ ഉണ്ടായിരുന്നു. 2019 മോഡല് ക്ലൈംബറാണ്. 1000cc ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർ വണ്ടി. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് മിഡ് വേരിയന്റ് ആണോ ഇത്? അല്ലല്ല, ടോപ്പ് എൻഡ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ 4 രൂപയാണ് ചോദിക്കുന്നത്. 4 രൂപ. ഇത് കിലോമീറ്റർ മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു അൾട്ടോടെ ഒരു 18-19 കിട്ടും. അത്ര ഉണ്ട്. ആ, K10ന്റെ അതേ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ആ, ഫസ്റ്റ് ടയർ തന്നെയല്ലേ കിടക്കുന്നത്? ആ, ഫസ്റ്റ് ടയർ അടക്കുന്നത്. സീറ്റിന്റെ. എത്ര ചോദിക്കുന്നത്? 4 രൂപ. 4 രൂപ. ലോണും കാര്യങ്ങളൊക്കെ ഒരു 3.80 വരെയൊക്കെ കിട്ടും. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് 2019 മോഡൽ ക്യാപ്ചർ. 17-19 ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഇവിടെ ഒരു പൊട്ടൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി 50 ഓടിയിട്ടുള്ളൂ. 50 ഓടിയിട്ടുള്ളൂ. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ക്രൂയിസ് എല്ലാം വരുന്ന ടൈപ്പ് മോഡലാണ്. കീലെസ് എൻട്രി ആണ്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആകെ ആ ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ ഒരു തട്ട് പൊട്ടൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. അലോയ് വീല് എല്ലാം വരുന്ന ടൈപ്പ് വണ്ടി. പെട്രോൾ ആണോ? ആ, ഡീസലാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 13 വന്നു. ഡീസൽ വണ്ടിയാണ്ട് ഒരു 17 കിട്ടും. പെട്രോൾ വണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 17. ഡീസൽ വണ്ടിയാകുമ്പോൾ ഒരു 17-18 കിട്ടും. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 6.5 വരാം. 6.5. 2019 മോഡൽ LXI ആണ്. ബേസ് മോഡലാണ്. 50,000 കിലോമീറ്റർ ഓടി. സിംഗിൾ RC ഉള്ള വണ്ടി. വണ്ടി പക്ക നീറ്റ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മളൊരു 5 രൂപ. ഇത് ഏതാ വേരിയന്റ്? ഏതാ? LXI. ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ടയറൊക്കെ പക്ക ഒരു ആവറേജ് ഉണ്ട്. ടയറൊക്കെ വണ്ടി നല്ല പക്ക നീറ്റ് വണ്ടി. 5 രൂപ. ആ, ലോണും കാര്യങ്ങളൊക്കെ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു 4.5 വരെ കിട്ടും. സിവിലൊക്കെ നല്ല രീതിയാണ്. 2019 സാൻഡ്രോ മാഗ്നയാണ്. 50,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി നല്ല ലുക്കുള്ള വണ്ടിയാണ്. വണ്ടി ലുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചേക്കുന്ന കലാപരിപാടികൾ നിയമവിരുദ്ധമാണ്. നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ യൂസ് ചെയ്ത് നമ്മളെടുത്തു. അതാ പറഞ്ഞേ, നീ കിടിലും വണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ഗ്ലാസ് ഇത്രയും ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. വണ്ടി വൈറ്റ് വണ്ടിയിൽ നല്ല രസമാണ് വണ്ടി കാണാൻ. എല്ലാം ചെയ്തിട്ട് മിക്ക അക്സറീസുകളും ഉണ്ട്. ടയറൊക്കെ ആവറേജ് 50% ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്നത് 3.35. 55,000 കിലോമീറ്റർ. 55,000 കിലോമീറ്റർ. 2013 മോഡല് ഡിസയർ ZDI+ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 95 ഓടി. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ. എത്ര ചോദിക്കുന്നത്? ഇത് 4 രൂപ. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
ടയർ കണ്ടീഷനാണ്. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ഉണ്ട്, നല്ല കണ്ടീഷൻ. എത്ര എണ്ണ ഇറക്കാൻ പറ്റൂടാ? ഇത് 13 വണ്ടി ആയതുകൊണ്ട് ഒരു 2.5 രൂപയൊക്കെ ലോൺ കിട്ടും. നിങ്ങൾ 4 ചോദിക്കുന്നത്? നമ്മൾ 4 ചോദിക്കുന്നത്. 2016 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് ആണ്. സ്പോർട്ടിൻ്റെ സ്റ്റിയറിങ്ങും സ്റ്റീരിയോ ഒക്കെ വരുന്ന ടൈപ്പാണ്. 70,000 കിലോമീറ്റർ ഓടി, സിംഗിൾ RC ഉള്ള വണ്ടിയാണ്. 70,000? 70,000. ഏത് വർഷമായിരുന്നു? 16. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. ടയർ ആവറേജ് ഉണ്ട്, ടയർ ഉണ്ട്. ലോൺ ഒരു 2.5 കിട്ടും. അപ്പോൾ എത്ര ചോദ്യം? 2.5. അപ്പോൾ ഫുൾ ലോൺ കയറും ഈ വണ്ടി? ഫുൾ ലോൺ കയറും, നല്ല കസ്റ്റമറാണ്. ഫുൾ ലോൺ കയറുന്ന ഒരു വണ്ടിയാണല്ലേ. ഇവിടെ വേറെ വണ്ടികൾ ഫുൾ ലോൺ കയറുന്നുണ്ടോ? ഫുൾ ലോൺ കയറുന്നത് KUV കയറും. 2016 മോഡൽ KUV ആണിത്. ഓണർഷിപ്പും കാര്യങ്ങളും? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 40 സംതിങ് ഓടും. മാനുവലാണ്. മാനുവല് പെട്രോൾ. എത്ര മൈലേജ്? മൈലേജ് ഒരു 15 പ്രശ്നമായി. 15. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒക്കെ പക്കയാണ്. ടയറൊക്കെ നല്ല കണ്ടീഷനാണ്. ഒരു 70 എബോ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 3.5. ഇതും ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണോ? പെട്രോൾ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഒരുവിധം നല്ല വണ്ടികളൊക്കെ ആയിരുന്നു ഞാൻ കാണിച്ചു തന്നത്. 8000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടികൾ വരെ കിടപ്പുണ്ട്. അപ്പോൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.